ഇവിടെ നമ്മൾ പറയുന്നത് ഹൗ ടു യൂസ് ഫെർമാറ്റ് തിയറം ടു ഫൈൻഡ് റിമൈൻഡർ എന്നാണ്. അപ്പം അതെന്ന് പറഞ്ഞാൽ നമ്മൾ റിമൈൻഡർ കണ്ടുപിടിക്കുന്ന കേസിൽ ഉപയോഗിക്കുന്ന ഒരു തിയറം. അതായത് ഒരു പവറോട് കൂടിയൊരു സംഖ്യയെ പ്രൈം നമ്പറായിട്ടുള്ള ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയുള്ള കേസിലാണ് ഈ ഫെർമാറ്റ് തിയറം യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് റിമൈൻഡർ ഓഫ് എ നമ്പർ വെൻ ദ നമ്പർ ഈസ് ലൈക്ക് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ പി. അത് ഞാൻ എഴുതിയൊരു ഫോർമാറ്റാണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പി, അതായത് അതിൻ്റെ ഡിനോമിനേറ്റർ ഏതുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അത് പ്രൈം നമ്പർ ആയിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 16 raised to 276 ഡിവൈഡഡ് ബൈ 13. ഇതിൻ്റെ റിമൈൻഡറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫെർമാറ്റ് നമ്പർ കണ്ടുപിടിക്കണം. ഫെർമാറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറഞ്ഞില്ലേ, ഡിനോമിനേറ്റർ ഏതുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഒന്നുകൊണ്ട് മൈനസ് ചെയ്യുക. അതായത് ഇവിടെയാണെങ്കിൽ 13 ഒന്നുകൊണ്ട് മൈനസ് ചെയ്താൽ ഫെർമാറ്റ് നമ്പർ നമുക്ക് കിട്ടും 12. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ 16 raised to 276 പറഞ്ഞില്ലേ, അപ്പോൾ 16ൻ്റെ പവറായിട്ടുള്ള 276നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എത്രയാണോ റിമൈൻഡർ കിട്ടുന്നത് കണ്ടുപിടിക്കുക. 276 ആണ് 16ൻ്റെ പവർ. അപ്പോൾ അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 23 ആൻസർ കിട്ടും. റിമൈൻഡർ 0 ആയിരിക്കും. റിമൈൻഡറാണ് നമുക്ക് വേണ്ടത്. റിമൈൻഡർ 0 കിട്ടി. അതിനുശേഷം അതായത് ഇതിൻ്റെ 16ൻ്റെ പവർ ആയിരുന്നില്ലേ 276, ആ 276ൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ റിമൈൻഡർ കിട്ടി 0 ചേർക്കും. അപ്പോൾ 16 raised to 276 ഡിവൈഡഡ് ബൈ 13 എന്നുള്ളത് നമ്മൾ 16 raised to 0 ഡിവൈഡഡ് ബൈ 13 എന്ന് എഴുതും. 16 raised to 0 ഏതാണ്? ഏത് സംഖ്യയുടെയും പവർ 0 ആയാൽ ആൻസർ 1 ആണ് വരിക. അപ്പോൾ 16 raised to 0 ഈക്വൽ ടു 1 വരും. അപ്പോൾ 1/13 വരും. ഇനി 1/13 റിമൈൻഡർ കണ്ടുപിടിക്കുക. 1/13 റിമൈൻഡർ എത്രയാണ്? 1 കിട്ടും. പിന്നെ അടുത്തൊരു എക്സാമ്പിൾ 19 raised to 481 ഡിവൈഡ് ബൈ 17. അപ്പോൾ ഇവിടെയും എന്താണ്? ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ 17 ആണ്. അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഡിനോമിനേറ്റർ 17 ആണ്. അപ്പോൾ അതൊരു പ്രൈം നമ്പറാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫെർമാറ്റ് നമ്പർ കണ്ടുപിടിക്കുക. പ്രൈം നമ്പർ -1, അതായത് 17 - 1 ഈക്വൽ ടു 16 വരും. എന്നിട്ട് എന്ത് ചെയ്യും? 19ൻ്റെ പവറായിട്ടുള്ള 481നെ ഈ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 30 സംതിങ് ആൻസർ കിട്ടും. റിമൈൻഡർ 1 കിട്ടും. അപ്പോൾ റിമൈൻഡർ 1 കിട്ടി. ഈ റിമൈൻഡറിനെ നമ്മൾ എന്ത് ചെയ്യും? 19ൻ്റെ പവറായിട്ട് എഴുതും. അപ്പോൾ 19 raised to 1 ഡിവൈഡഡ് ബൈ 17 ഈക്വൽ ടു 19 ഡിവൈഡഡ് ബൈ 17 വരും. 19 ഡിവൈഡഡ് ബൈ 17ൻ്റെ റിമൈൻഡർ കണ്ടുപിടിച്ചാൽ നമുക്ക് 2 എന്ന് കിട്ടും. അങ്ങനെയാണ് ഫെർമാറ്റ് തിയറം യൂസ് ചെയ്യുന്നത്.